പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്നുള്ള ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. രക്ഷയുടെ കൂദാശയെ മാമോദീസ സ്ഥാപിച്ചുകൊണ്ട് പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് ഞങ്ങളെ മോചിക്കുകയും പ്രസാദവരം കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുന്ന രക്ഷകനായ മിശിഹായെ, ആവർണനീയമായ അങ്ങേ ദാനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ ഭൗതിക ശരീരത്തിൽ അംഗമായി തീരുവാൻ പോകുന്ന ഈ ശിശുവിനെ കരുണാപുരം കടാക്ഷിക്കണമേ. വിശ്വാസം, ശരണം, സ്നേഹം എന്നീ ദൈവിക പുണ്യങ്ങളിൽ ഈ ശിശുവിനെ വളർത്തി തരണമേ. പ്രായത്തോടൊപ്പം വിജ്ഞാനത്തിലും വിശുദ്ധിയിലും അഭിവൃദ്ധിപ്പെടുവാൻ ഈ കുഞ്ഞിനെ അനുഗ്രഹിക്കണമേ. ആത്മീയവും ശാരീരികവുമായ എല്ലാ അപകടങ്ങളിൽ നിന്ന് ഈ ശിശുവിനെ സംരക്ഷിക്കുകയും ചെയ്യണമേ. സകലത്തിന്റെ നാഥ എന്നേക്കും. ശിശുക്കളുടെ സ്നേഹിതനായ മിശിഹായ, ശിശുവായ പിറന്ന അങ്ങയുടെ നാമത്തിൽ ഒന്നിച്ചു കൂടിയിരിക്കുന്ന ഞങ്ങളെ തൃക്കൺ പാർക്കണമേ. ഞങ്ങളുടെ യോമന ശിശുവിനെ സഭയുടെ ഉത്തമ സന്താനവും സ്വർഗരാജ്യത്തിന് അവകാശിയുമാക്കണമേ. ഈ ശിശുവിനെ നൽകുവാൻ പോകുന്ന പോൾ എന്ന വിശുദ്ധ നാമം സൂചിപ്പിക്കുന്ന എല്ലാവിധ നന്മകളും ഈ ശിശുവിൽ നിരന്തരം വിളങ്ങി പ്രകാശിക്കട്ടെ. ഈ ശിശുവിന്റെ നാമകാരണമായ വിശുദ്ധന്റെ മാതൃക അനുസരിച്ച് യഥാർത്ഥമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ഈ ശിശുവിനെ സഹായിക്കണമേ. കാവൽ മാലാഖയുടെ നിരന്തരമായ സംരക്ഷണം ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും ഈ ശിശുവിന് ലഭിക്കുമാറാകട്ടെ. ഈ കുഞ്ഞിന്റെ ജനനത്തിലും വളർച്ചയിലും താല്പര്യവും സന്തോഷവും എല്ലാവർക്കും, വിശിഷ്യ ഈ കുടുംബത്തിനും ഈ ശിശു എന്നും അഭിമാനസ്തംഭമായിരിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെ നാഥ എന്നേക്കും. ആമേൻ. നാമത്തിലാണ് നമ്മൾ കുഞ്ഞിനെ സഭയിലേക്ക് സ്വീകരിക്കുക. നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അത്യുന്നത ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം പ്രത്യാശയും എപ്പോഴും സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകളോട് ക്ഷമിക്കണമേ, കർത്താവായ ദൈവമേ, അങ്ങയുടെ അനുഗ്രഹം പ്രതീക്ഷിക്കുന്ന ദാസനെ അങ്ങയുടെ അജകളത്തിൽ ചേർക്കുകയും പ്രസാദപ്രകാശിപ്പിക്കണമേ. ജലത്താലും പരിശുദ്ധാത്മാവിൽ പിതാവിന് വയ്ക്കുവാൻ ഈ കുഞ്ഞിനാക്കണമേ. ഈ കുദാശ യോഗ്യത പരിഗണം ചെയ്യുവാൻ ശക്തരാക്കണമേ. പിതാവും പരിശുദ്ധാത്മാവുമായി മാൻപേടെ കൂടെ ദൈവമേ ഹൃദയം വാങ്ങി തരുന്നു. ജലത്താലും പരിശുദ്ധാത്മാവിൽ ഇരിക്കുന്നെങ്കിൽ ഒരുവനും ദൈവരാജ്യം പ്രവേശിക്കാൻ സാധ്യമല്ല. കാട്ടരുവി തേടി നടക്കുന്ന മാൻപേടയെ പോലെ ദൈവമേ എന്റെ ഹൃദയം അങ്ങയെ തേടുന്നു. ജീവന്റെ ദൈവത്തെ കാണുവാൻ എന്റെ ആത്മാവ് ദാഹിക്കുന്നു. രാവും പകലും ഞാൻ കണ്ണുനീര് കുടിക്കുന്നു. ഞാൻ എപ്പോഴും എന്റെ ദൈവത്തെ കാണും. എന്റെ ആത്മാവിനെ രക്ഷകനായ ദൈവത്തെ ഞാൻ പ്രകീർത്തിക്കും. എന്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു. പകൽ ദൈവം തന്നെ അധികം രക്ഷിക്കും, രാത്രിയിലുള്ള ഞാൻ അവിടുത്തെ സ്തുതിക്കും. നീ ദൈവത്തിൽ അഭയം തേടുക. രക്ഷകനായ ദൈവത്തെ ഞാൻ പ്രകീർത്തിക്കും. ചോദിക്കുമെന്ന് ഇവർക്ക് ലഭിക്കും, അന്വേഷിക്കുമെടുത്തും മുട്ടുതുറക്കപ്പെടുന്ന ചെയ്താവേ. എൻ്റെ കണേറിയ വാഗ്ദാനം ഈ ദാസൻ തോളിൽ പൂർത്തിയാക്കണമേ. നിന്റെ ദാനം വിവിയിൽ ബുദ്ധിമാന്മാർക്കുന്നതിനേക്കാൾ ശിശുക്കൾക്ക് നൽകിയല്ലോ. ഈ കൃപയാൽ മാമോദിസത്തിലൂടെ പാപകരുടെ ഈ ശിശു ജന്മം പ്രാപിക്കട്ടെ. നിന്റെ മൗദിശത്തിന്റെ അവയവമായ ഈ ദാസൻ ഉദാശ സ്വീകരണം വഴി ആത്മീയവും ശാരീരികമായുള്ളവരെയാകട്ടെ. ഈ ദാനത്തെ പ്രതി നിന്റെ ദാസനോടത്ത് നിനക്ക് നന്ദി പറയുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പിശാചിന്റെ അടിമത്തിൽ മോചിതനാകുവാൻ നീ ആഗ്രഹിക്കുന്നുവോ? പാപവും പാപം മാറുമ്പോൾ നീ ഉപേക്ഷിക്കുന്നുവോ? മിശിഹായെ നിന്റെ രക്ഷകനായി സ്വീകരിക്കുന്നുവോ? സർവാധിപനാം
പുകഴ്ത്തുന്നു. നിത്യമോന്നതമാം നീ അരുളുന്നു. അക്ഷയം അവരുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. സത്യമായി ഞങ്ങളുടെ ശരീരം ജീവനത്തിൽ പരിപാടികരമാകുന്നു. ഇപ്പോൾ ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാലനാം സർവേശ, പരിപാലനാം ബലവാനേ, പരിപാലനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മളുകൂടെ. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 26 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. യേശു ക്രിസ്തുവുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവപുത്രന്മാരാണ്. ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല. നിങ്ങളെല്ലാവരും യേശു ക്രിസ്തുവിൽ ഒന്നാണ്. നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ അബ്രാഹത്തിൻ്റെ സന്തതികളാണ്, വാഗ്ദാനമനുസരിച്ചുള്ള അവകാശികളുമാണ്. യേശു യോഹന്നാനിൽ സ്നാനം സ്വീകരിക്കുവാൻ ഗലീലയിൽ നിന്നും ജോർദാനിനോട് അടുത്തേക്ക് വന്നു. ഞാൻ നിന്നോട് സ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കുകയും ചോദിച്ചുകൊണ്ട് യോഹന്നാനോട് പറഞ്ഞു. എന്നാൽ യേശു പറഞ്ഞു, ഇപ്പോൾ ഇത് സമ്മതിക്കുക, അവൻ സർവ്വനീതിയും പൂർത്തിയാക്കണമെന്ന് അവൻ സമ്മതിച്ചു. സ്നാനം കഴിഞ്ഞവിടെ യേശു വെള്ളത്തിൽ കയറി. അപ്പോൾ സ്വർഗ്ഗം തുറക്കപ്പെട്ടു. പ്രാവിന്റെ ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൻ ഞാൻ സാധിച്ചിരിക്കുന്നു എന്ന സ്വരം സ്വർഗ്ഗത്തിൽ കേട്ടു. മാമോദിസ വഴി ദൈവപുത്രൻ ആയിരിക്കുന്ന ഈ ശിശുവിനെ സമർപ്പിച്ചുകൊണ്ട് കർത്താവേ കൃപയുണ്ടാകണമേ എന്നപേക്ഷിക്കാം. ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ലെന്ന് അരുളി ചെയ്ത കർത്താവേ, മാമോദിസയിലൂടെ വീണ്ടും ജനിച്ച് ദൈവപുത്രനാകുവാനുള്ള വരം ഈ ശിശുവിന് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യോർദാൻ നദിയിൽ മാമോദിസ സ്വീകരിച്ച് വിനയത്തിന്റെ മാതൃക കാണിച്ചു വന്ന കർത്താവെ, ദൈവഹിതം നിറവേറ്റി ജീവിക്കാനുള്ള കൃപാവരം ഈ ദാസന് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ആലയമായി തീരാൻ ആഗ്രഹിച്ച് നിന്റെ പക്കലെത്തിയിരിക്കുന്ന ഈ ശിശുവിനെ വിശുദ്ധ മാർഗത്തിൽ നയിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുസഭയുടെ അംഗമാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന ഈ ശിശുവിനെ ആത്മീയവും ഭൗതികവുമായ എല്ലാ നന്മകളും നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കൾക്ക് ആശാകേന്ദ്രവും കുടുംബത്തിന് പ്രകാശവും നാടിന് സേവന മാതൃകയും ആകും വിധം ഈ ശിശുവിനെ വളർത്തുവാൻ വേണ്ട കൃപാവരം ഇവന്റെ മാതാപിതാക്കൾക്കും ജ്ഞാനസ്നാന മാതാപിതാക്കൾക്കും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ ചിലരുടെയും സുവിശേഷം അറിയിച്ച് ശിശുപ്പെടുത്തി ഞങ്ങളുടെ കർത്താക്കളെ ഭൂമിയിൽ സ്വരാജ്യം സ്ഥാപിക്കുവാൻ നിയോഗിച്ച സഭ ഞങ്ങളുടെ ദൗത്യം പൂർത്തിയാക്കട്ടെ. പക്ഷെ എല്ലാവരും ചെയ്യുന്ന ദിവസം പ്രധാനമാക്കി ഞങ്ങൾ ചെയ്യുന്ന വിശ്വദാസ വിശുദ്ധാത്മാവിനെ ഈ ശിശുവിനെ ചെയ്യട്ടെ. ആദായത്തിലേക്കും വിശ്വാസപ്രഖ്യാപനം പ്രവർത്തനങ്ങളെ വേണ്ടി ചെയ്യുകയാണ്. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെ സൃഷ്ടാവുമായ ദൈവത്തെ വിശ്വസിക്കുന്നു. അവിടുത്തെ പുനർത്താവായ യേശുവിനെ വിശ്വസിക്കുന്നു. അവിടുത്തെ സത്യദിവസം ദൈവം പിതാവിന്റെ അവിടുത്തെ എല്ലാം ശ്രദ്ധിക്കപ്പെടുമെന്നും വിശ്വസിക്കുന്നു. മനുഷ്യരായ നമുക്ക് വേണ്ടി രക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് സ്വസ്ഥമായി വിശുദ്ധാത്മാവിനോട് സ്വീകരിച്ച് മനുഷ്യരായി പിറന്നുകൊണ്ടും അധീഷ്ഠാനത്ത് വീടുകൾ സഹിക്കുകയും ശ്രീവാദങ്ങളോട് പഠിക്കുകയും സംസ്കരിക്കുകയും ഇത് പഠിക്കുന്ന പോലെ 3-ാം ദിവസം ഉയർത്തി നിർത്തുകയും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അവിടെ സ്വന്തം പിതാവിനെ ഒന്ന് ബാധിക്കുന്നു. മനുഷ്യന്റെ ജീവിതത്തെയും വിധിക്കുവാൻ വീണ്ടും വരുമെന്നും വിശ്വസിക്കുന്നു. പിതാവിനും സത്യാത്മാവുമായ ഏകവിശുദ്ധാത്മാവിനെ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹവും സാമൂഹികമായ സമയം ശരീരമായ ആയുഷ്യം വിശ്വസിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഇപ്പോൾ സ്ഥലം കൂടെ ലേപനം ചെയ്യപ്പെടുന്നു. ഇപ്പോഴും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഇപ്പോൾ മാമോദിസ മുക്കപ്പെടുന്നു. എഴുന്നേറ്റു.
വിശുദ്ധിയുടെ വസത്താലിനെ അനുഗ്രഹിക്കുകയും നിഷ്കളങ്കമായി ജീവിക്കുവാൻ നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. ലോകത്തിന്റെ പ്രകാശമായ മിശിഹ നിനക്ക് മാർഗദീപമായിരിക്കട്ടെ. നമുക്ക് മുമ്പോട്ട് കുഞ്ഞിനു വേണ്ടി പ്രത്യേകമായിട്ട് മാമോദിസ വഴി ദൈവോത്തര സ്ഥാനത്തേക്ക് ഉയർന്ന ഈ കുഞ്ഞിന്റെ കൂടെ നമുക്കെല്ലാവർക്കും പിതാവായ വിളിച്ചപേക്ഷിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളെ ചെയ്യുന്നവരോട് ഞങ്ങൾ ചെയ്യുന്നതുപോലെ ഞങ്ങളെ ക്ഷമിക്കണമേ. ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ, കർത്താവായ ദൈവമേ, ആഭരണം നീക്കുന്ന ദിവ്യകുഞ്ഞായ യേശുവിനെ തിരിച്ചുരത്താൽ ഈ ശിശുവിനെ അങ്ങ് കഴുകി ശുദ്ധീകരിച്ചല്ലോ. പരിശുദ്ധാത്മാവിനെ നൽകുന്ന കർത്താവിശേഷ വാഗ്ദാനം ഈ ദാസൻ പ്രവീതികളെ എന്ന് പറയുന്നു. ഈ മകനെ വിശയുടെ കൂട്ടവകാശിയും പരിശുദ്ധാത്മാവിനെ പ്രഭാവത്തിൽ സമ്പന്നമാക്കിയതിനെ അനുഭവിക്കുന്നത് പറയുന്നു. ഈ ദാസൻ സത്യധാത്മാവിനാണ് മകനെ മോട്ടപ്പെട്ടുവാങ്ങണമേ. പിതാവും പരിശുദ്ധാത്മാവായ സർവേശ്വരൻ സ്നേഹപരത്തിലെയും മാനവസ്പിതാവിൻ്റെയും ശ്രീമാരെയും പിതാവായ മാർത്തമാശ്രയുടെയും സാക്ഷിയുടെയും സമയത്തുമായി ഈ കുഞ്ഞിൻ്റെ വിശുദ്ധനായ ചെയ്തു മാറുക. ഇവിടെ ഇപ്പോൾ വഴിയാക്കിയായിരിക്കട്ടെ. സമാപന ആശീർവാദം. മാമോദിസയുടെ ദൈവങ്ങളുടെ പദവിയിലേക്ക് ദൈവം നമ്മെ ഉയർത്തിയ ദൈവം വാഴ്ത്തപ്പെടാനാകട്ടെ. തിരുസഭയുടെ വ്യത്യസ്ത പുത്രനായി ജീവിക്കുവാൻ അവർ നിന്ന് ഈ കുഞ്ഞിനെ സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവിനെ സുവിശേഷം സാക്ഷികളായിട്ടുണ്ട്. കണ്ണുകളില്ലാതും കാലുകളില്ലാതും സത്യഭാഗത്തിന് അവകാശിയാകുന്നവരെ ആവശ്യങ്ങളെയും അവരുടെ ആശ്വാസവും മനുഷ്യരും നൽകി അവർ തന്നെ സംരക്ഷിക്കട്ടെ. മാതാപിതാക്കൾക്ക് ആശാകേന്ദ്രവും കുടുംബത്തിന് പ്രകാശവും നാട്ടിൽ സേവനമാർഗമായി നൽകാൻ ഈ കുഞ്ഞിനെ യോഗ്യനാക്കണം. ഈ മാമോദിസ ക്രമത്തിൽ പങ്കുകൊണ്ട് നമ്മളെല്ലാവരെയും നിരസമായിരിക്കട്ടെ, ഇപ്പോൾ എപ്പോൾ എന്നേക്കും.
Lord. As godparents, you have accepted the role and responsibilities of being baby Reuben's light and guide as he grows so that he will become the person that God plans him to be. Wholeheartedly welcome Neha Chinji's parents and her brother to the stage. Though Aranjan's sister and brother-in-law couldn't be here physically, their presence is deeply felt and cherished in our hearts as we celebrate this joyous occasion together. Next delightful part of our celebration, I invite everyone to join us in a special moment as we anchor ourselves into the joy of this occasion. The cake cutting ceremony represents the sweet beginnings of Reuben's journey into a new chapter, symbolizing the shared joy and love that unites us all today. So let's gather around and cherish this sweet moment together.
in your will.